പാലക്കാട് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ നിപ്പ അവലോകന യോഗം പുരോഗമിക്കുന്നു. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ് യോഗം നടക്കുന്നത്. പ്രതിഷേധം കണക്കിലെടുത്ത് വൻ പോലീസ് സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. അതേസമയം നിപ സ്ഥിരീകരിച്ച 38-കാരിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. യുവതിയുമായി സമ്പർക്ക പട്ടികയിലുള്ള മറ്റൊരു കുട്ടിക്ക് കൂടി പനി കണ്ടെത്തിയിട്ടുണ്ട്. കുട്ടിയെ പാലക്കാട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് അജിത് ബാബു നമുക്കൊപ്പം ചേരുകയാണ്. അജിത്ത്, ജാഗ്രതയോടെ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. നിപ ബാധിച്ച ഒരു മരണം ഈ വർഷം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത ഒരു പശ്ചാത്തലം കൂടി നമുക്ക് മുന്നിലുണ്ട്. അജിത്ത് ഉൾപ്പെടെ ആ മുൻകരുതൽ എടുത്താണ് അവിടെ നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. ആദ്യം ഈ യോഗ വിവരങ്ങളിലേക്ക് പോകാം. പ്രതിഷേധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് രണ്ടാം ഘട്ടത്തിലേക്ക് വരാം. യോഗം എപ്പോഴാണ് ആരംഭിക്കുക? വീണ ജോർജ് അവിടെ എത്തിയോ? ബിനിൽ പൊത്തൻ ആദ്യം തന്നെ ഒരു കാര്യം പറയുന്നത്, ഈ മാസ്ക് ഉപയോഗിച്ച് സംസാരിക്കുക കുറേ കാലം മുമ്പ് നമ്മുടെ ഉള്ള ഓർമ്മയാണ്. പക്ഷേ ഇങ്ങനെ സംസാരിക്കുന്നത് കുറേ കാലത്തിന് ശേഷമാണ്. അപ്പോൾ അത്തരത്തിൽ സംസാരിക്കുമ്പോൾ തന്നെ N95 മാസ്ക് തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. മെഡിക്കൽ കോളേജിൽ അവിടെയാണ് നമ്മളുള്ളത്. രോഗം ആരംഭിച്ചിട്ട് കുറച്ച് സമയമായി. കാര്യങ്ങളൊക്കെ മന്ത്രിയോട് ബ്രീഫ് ചെയ്യുകയാണ് ഉദ്യോഗസ്ഥർ. ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ പങ്കെടുക്കുന്നുണ്ട്. കളക്ടറും DMOയും ജില്ലാ പോലീസ് മേധാവിയും ഉയർന്ന ഉദ്യോഗസ്ഥരെല്ലാം പങ്കെടുത്തുകൊണ്ട് കാര്യങ്ങൾ ഇതുവരെ സ്വീകരിച്ച നടപടികളൊക്കെ മന്ത്രിയോട് വിശദീകരിക്കുക. നിലവിൽ 4 കേസുകളാണ്. അതായത് ആകെ 173 പേരാണ് ഈ 38-കാരിയായുള്ള യുവതിയുമായി കോൺടാക്റ്റിലുള്ളത്. പ്രൈമറി സെക്കൻഡറി കോൺടാക്റ്റാണ്. അതിൽ 4 പേർക്കാണ് പനി വന്നത്. അതിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ പരിശോധനാ ഫലം നെഗറ്റീവ് ആയിട്ടുണ്ട്. ഇവിടെ ബാക്കിയുള്ള 3 പേർ പാലക്കാട് മെഡിക്കൽ കോളേജിലാണുള്ളത്. 2 പേരുടെ പരിശോധനാ ഫലം ഇന്ന് വരും. ഒരാളുടെ പരിശോധനാ സാമ്പിൾ ഇന്ന് അയക്കും. ഇതാണ് നിലവിലുള്ള ഇതുമായി ബന്ധപ്പെട്ട കണക്ക്. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം ഇപ്പോഴും പറയുന്നത്. ആ കാര്യങ്ങൾ ഉൾപ്പെടെ മന്ത്രിയോട് വിശദീകരിക്കും. വിശദമായ പഠനം ഈ പ്രദേശത്താകെ ഈ 3 കിലോമീറ്റർ ചുറ്റളവിലാകെ ഈ സംഭവം റിപ്പോർട്ട് ചെയ്തതിന് 3 കിലോമീറ്റർ ചുറ്റളവിലെ വിശദമായ പഠനം നടത്തിയിട്ടുണ്ട്. അവിടെ നിരവധി വീടുകൾ സന്ദർശിച്ച് സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. വവ്വാലുകളുടെ സാന്നിധ്യം സംബന്ധിച്ച് പഠനം നടത്തിയിട്ടുണ്ട്. അങ്ങനെ സമഗ്രമായൊരു പഠനം ഇവിടെ ആരോഗ്യവകുപ്പ് നടത്തിയിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഉൾപ്പെടെ മന്ത്രിയോട് ഇന്ന് ബ്രീഫ് ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടാകുക. അതിനുശേഷം തുടർ നടപടികൾ എങ്ങനെ സ്വീകരിക്കണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും. പ്രത്യേകിച്ച് 173 കോൺടാക്റ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ അവരെല്ലാം കണ്ടിന്യൂസ്ലി നിരീക്ഷിക്കേണ്ട സാഹചര്യമുണ്ട്. എല്ലാ വൈകുന്നേരങ്ങളും ഇവരെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഇവരിൽ ആകെ 4 പേർക്ക് മാത്രമാണ് ഇപ്പോൾ പനി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് വലിയ തരത്തിലുള്ള ജാഗ്രതയോടെ തന്നെയാണ് ജില്ലാ ഭരണകൂടം മുന്നോട്ട് പോകുന്നത്. കൃത്യമായി എല്ലായിടത്തും നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ മന്ത്രി ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കും. അതിനനുസരിച്ചായിരിക്കും തുടർ നടപടികൾ കൂടുതൽ ജാഗ്രതയോടെ എങ്ങനെ മുന്നോട്ട് പോകാവുന്ന അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഒന്നാമത് ഈ റിവ്യൂ മീറ്റിംഗുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മന്ത്രി ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് ഇന്നലെ തന്നെ പങ്കെടുക്കാൻ തീരുമാനിച്ചതാണ്. പക്ഷേ ഇന്നലെ സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അത് കഴിഞ്ഞില്ല. ഇതിനുശേഷം ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് സമഗ്രമായി തന്നെ ഈ കാര്യങ്ങൾ വിലയിരുത്തുകയാണ്. അജിത്ത്, രണ്ടാം ഘട്ടത്തിലേക്ക് വന്നാൽ ഇപ്പോൾ ഈ കോട്ടയം മെഡിക്കൽ കോളേജിലെ ദാരുണമായ അപകടവുമായി ബന്ധപ്പെട്ട് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം തെരുവിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വിവിധ പ്രതിപക്ഷ കക്ഷികൾ വളരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തുന്നത്. പാലക്കാട് എത്തിയ മന്ത്രിക്ക് നേരെയും കരിങ്കൊടി പ്രയോഗം ഉണ്ടായി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അവിടുത്തെ പോലീസ് സുരക്ഷ ഏത് വിധത്തിലാണ്? പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ടോ അജിത്ത്? തീർച്ചയായും ഇന്നലെ രാത്രി 12:15 കൂടിയാണ് മന്ത്രി പാലക്കാട്ടേക്ക് എത്തുന്നത്. ആ സമയത്ത് തന്നെ യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. അത്രയും രാവിലെ മുതൽ യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിൽ മന്ത്രി എത്തുമെന്നൊരു സൂചന ഉണ്ടായതിന് പിന്നാലെ വലിയ തരത്തിലുള്ള പ്രതിഷേധിക്കുമെന്ന് അറിയിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ രാത്രി വൈകിയാണ് മന്ത്രി എത്തിയത്. ആ ഘട്ടത്തിൽ പോലും യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി. ഇന്നും ഇത്തരത്തിൽ പോലീസ് വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തുമെന്നുള്ള സൂചന പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ വൻ പോലീസ് സുരക്ഷയാണ് ഈ മെഡിക്കൽ കോളേജിൻ്റെ മുമ്പിൽ ഉൾപ്പെടെ പോലീസ് ഒരുക്കിയിരിക്കുന്നത്. ഒരു തരത്തിലും പ്രതിഷേധങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള രീതിയിലുള്ള ക്രമീകരണങ്ങളൊക്കെ ഉയർത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് BJP കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. വിവിധ സംഘടനകൾ പ്രതിഷേധിക്കുമെന്നുള്ള സൂചന പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രതയാണ് ജില്ലയിൽ ആകമാനമുള്ളത്. പോലീസ് വളരെ ജാഗ്രതയോടെയാണ് ഈ കാര്യത്തിൽ സമീപിക്കുന്നത്. പ്രത്യേകിച്ചും നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പാലക്കാട് ലാത്തിച്ചാർജിലേക്കൊക്കെ കടക്കുന്ന രീതിയിലേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ച് മാറുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് പോലീസ് കണക്കാക്കുന്നത്. ആ മുൻകരുതലെല്ലാം തന്നെ ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട്. മന്ത്രി രാവിലെ ഇങ്ങോട്ടേക്ക് എത്തിയപ്പോൾ പ്രതിഷേധം ഉണ്ടാകാത്തൊരു വലിയ പോലീസ് സുരക്ഷയോടുകൂടി തന്നെയാണ് മന്ത്രി ഇങ്ങോട്ടേക്ക് എത്തിയത്. ഇനി ഇവിടെ നിന്ന് അല്പസമയത്തിന് ശേഷം ഈ മീറ്റിംഗ് പൂർത്തിയാക്കിയതിന് ശേഷം മന്ത്രി ഇവിടുന്ന് പോകുമ്പോൾ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ഈ പോലീസ് ആകെ ഇവിടെ എത്തിയിരിക്കുന്നതും ഈ സുരക്ഷ നൽകാൻ ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത്. ഏതാണെങ്കിലും കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രതിഷേധങ്ങൾ, അതിൻ്റെ തുടർച്ച, അതിൻ്റെ ചർച്ച, DYFIയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവന തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് മുമ്പിലുണ്ട്. അത്തരത്തിൽ ആ സാഹചര്യങ്ങൾ പരിഗണിച്ച് വലിയ മുൻകരുതലാണ് ജില്ലയിലെ പോലീസ് സംവിധാനവും.
ഓക്കെ, ശരി. അജിത് ബാബുവാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും വലിയ സുരക്ഷാ മുൻകരുതൽ ഉണ്ട്. അതിനേക്കാളെല്ലാം വലിയ മുൻകരുതൽ എന്ന് പറയുന്നത് നിപ്പയുടെ കാര്യത്തിൽ തന്നെയാണ്. സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകർ ഒത്തുചേർന്ന് പ്രവർത്തിക്കുകയാണ്. പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലെയും മലപ്പുറത്തെയും ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകർ. ആരോഗ്യമന്ത്രി തന്നെ ഇപ്പോൾ നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയാണ് പാലക്കാട് ആശുപത്രി. അജിത് ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.